Good evening to all. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം ബികോം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ 3 ക്ലാസ്സായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇന്ന് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് മേ ബി ഐ തിങ്ക് ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ മൊഡ്യൂളാണ്. അപ്പോൾ ഒരു 4-5 ക്ലാസ്സൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിവേ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മുന്നേ ആയിട്ട് ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻസൊക്കെ പറയാനുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത് വെച്ചാൽ എത്ര പേരെ നമ്മൾ ജോലിക്ക് വെക്കണം, അത് എങ്ങനത്തെ ആളുകളാവണം, ഏത് തരം ജോലിയിലോട്ടാണ് വെക്കുന്നത്, അങ്ങനെ ജോലിയെക്കുറിച്ചും ജോലിക്കാരെക്കുറിച്ചുള്ള ഒരു ഇതിനെയാണ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് അവിടെ വരുന്ന എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാനിങ്, അവരുടെ എന്താ പറയുക ക്വാളിഫിക്കേഷൻ, അവരുടെ അത് ഇത് അങ്ങനത്തെ കുറച്ച് ഒരു ഇത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്രൊക്യൂർമെൻറ്റ് എന്നാണ് നോക്കാം. ഇതിൽ ഫസ്റ്റ് പറയുന്നതാണ് പ്രൊക്യൂർമെൻറ്റ്. പ്രൊക്യൂർമെൻറ്റ് മീൻസ് അക്യൂറിങ് എഡ്യൂക്കേറ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഫോർ പെർഫോമിങ് വാരിയസ് ബിസിനസ് ടാസ്ക്. റൈറ്റ് പേഴ്സൺ ഷുഡ് ബി അപ്പോയിൻറ്റ് അറ്റ് ദി റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം. അതായത് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുകയാണ് നമുക്ക് ആവശ്യമുള്ള എംപ്ലോയീസിനെ നമ്മൾ ഏറ്റെടുത്ത് അവരെ അപ്പോയിൻറ്റ് ചെയ്യുക. ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ പെർഫോമിങ് വാരിയസ് ബിസിനസ് ടാസ്ക്. അതിനെയാണ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്. അക്യൂറിങ് എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക, എഡ്യൂക്കേറ്റ് എന്ന് പറഞ്ഞാൽ മതിയായ എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ് വേണം. അതായത് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ വഴി സെലക്ട് ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരിക്കലും കൂടിപ്പോവരുത്, അതുപോലെ തന്നെ കുറഞ്ഞും പോവരുത്. അതായത് 10 എംപ്ലോയീസിനെയാണ് നമുക്ക് ഓർഗനൈസേഷനിലേക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ 15 പേരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യരുത്, അതെല്ലാം 5 പേരെയും നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യരുത്. അതാണ് പ്രൊക്യൂർമെൻറ്റ് എന്നുള്ളത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് റൈറ്റ് പേഴ്സൺ ഷുഡ് ബി അപ്പോയിൻറ്റ് അറ്റ് ദി റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം. ശരിയായ പേഴ്സണെ ശരിയായ പ്ലേസിൽ ശരിയായ ടൈമിൽ അപ്പോയിൻറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എല്ലാ സ്ഥലത്തും എഴുതാൻ പറ്റിയൊരു പോയിൻ്റാണ് കേട്ടോ. ഇൻ ദ റൈറ്റ് പേഴ്സൺ ഷുഡ് ബി അപ്പോയിൻറ്റ് അറ്റ് ദി റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലും ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഒരു വേർഡ്സ്. സോ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് പ്രൊക്യൂർമെൻറ്റിൻ്റെ പ്രോസസ്സ് ഒന്ന് നോക്കാം. പ്രൊക്യൂർമെൻറ്റിൻ്റെ പ്രോസസ്സ് വരുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ദി ക്വാളിറ്റി ഓഫ് പേഴ്സണൽ, അതായത് ജോബ് അനാലിസിസ്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡിറ്റർമിനേഷൻ ഓഫ് ദി ക്വാളിറ്റി ഓഫ് പേഴ്സണൽ റിക്വയർഡ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ അങ്ങനെ എന്തോന്ന് പറയുന്നതിന്. പിന്നെ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ജോബ് എന്താണെന്ന് നോക്കാം, അതിനുശേഷം പിന്നെ ജോബ് അനാലിസിസ് നോക്കാം, അങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ജോബ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ജോബ് എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജോബ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പൊസിഷൻ ടു ഇൻവോൾവിങ് സെയിം ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, നോളജ് ആൻഡ് സ്കിൽസ്. അതായത് ഒരേ ഡ്യൂട്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ ഉത്തരവാദിത്തം ഉള്ളവരുടെ ഏകദേശം സെയിം നോളജും ആയിരിക്കും, സെയിം സ്കില്ലുള്ളവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് എന്ത് പറയുന്നത് ജോബ് എന്ന് പറയുന്നത്. ജോബ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പൊസിഷൻ ഇൻവോൾവിങ് സെയിം ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, നോളജ് ആൻഡ് സ്കില്ല്. അതാണ് ജോബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ എഴുതി വയ്ക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക എന്ന് പറയുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസ് എന്താ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, ജോബ് അനാലിസിസ് ഈസ് എ ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ജോബ് ടു നോ ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പീപ്പിൾ ടു ബി എംപ്ലോയിഡ് ഇൻ ദി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ജോബ്. അതായത് നമ്മൾ പീപ്പിൾസിനെ എംപ്ലോയ് ചെയ്യുന്നത് ഡിഫറെൻറ്റ്, അതായത് പലതരത്തിലുള്ള ജോലികളിലായിരിക്കും. അപ്പോൾ ആ പലതരത്തിലുള്ള ജോലികളുടെ സ്വഭാവവും അതുപോലെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ഡീറ്റെയിൽഡായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും പഠിക്കുന്നതിനെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഷോർട്ടായിട്ട് പറഞ്ഞാൽ ജോബ് അനാലിസിസ് ഈസ് എ ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ജോബ്. ഓക്കെ, അതാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. പ്രോസസ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് പ്രൊക്യൂർമെൻറ്റിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ത് പറയുന്നത് ജോബ് അനാലിസിസ്. അത് റിയോട്ടറായിട്ട് എഴുതിയതാണ്.
ഓക്കെ, ഇനി ജോബ് അനാലിസിസിൻ്റെ പ്രോസസ്സ് നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ചെറിയ പോയിൻറ്റ്സ് ആണ്, പക്ഷേ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പ്രോസസ്സ് ഓഫ് ജോബ് അനാലിസിസ്. ഫസ്റ്റ് വരുന്നതാണ് കളക്ഷൻ ഓഫ് ആക്ച്വൽ ഇൻഫോർമേഷൻസ്. കളക്ഷൻ ഓഫ് ആക്ച്വൽ ഇൻഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ ഇൻഫോർമേഷൻ ഇൻക്ലൂഡ് ജോബ് ഇൻഫോർമേഷൻ, ക്വാളിറ്റി ഓഫ് പേഴ്സണൽ, സ്കിൽസ് റിക്വയർഡ്, എക്സ്പീരിയൻസ് എക്സെട്ര. അതായത് കളക്ഷൻ ഓഫ് ആക്ച്വൽ ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ അതായത് ഒരാളെ ഒരു ടീച്ചറായിട്ട് അല്ലെങ്കിൽ ഒരു കോളേജ് പ്രൊഫസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ആ ജോബിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്, അതായത് ഇപ്പോൾ എന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എനിക്ക് എന്തെല്ലാം സ്കില്ലുണ്ട്, പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത് ഇൻഫോർമേഷൻ കളക്ഷൻ ഓഫ് ആക്ച്വൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. എന്നെക്കുറിച്ചുള്ള, അതായത് അവിടെ വർക്ക് ചെയ്യാൻ വരുന്ന പേഴ്സണലിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്കില്ല് അവരെന്തൊക്കെ ആ ഒരു ഇത്. ഓക്കെ, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ. പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഡീറ്റെയിൽസ് ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ജോബ് ഈസ് പ്രിപ്പയർഡ്. അതായത് ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു ജോബിൽ ഉണ്ടായിരിക്കേണ്ട ആക്ടിവിറ്റീസ്, അതിൻ്റെ അവർ ചെയ്യേണ്ട ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ്, അതിനെയാണ് എന്ത് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ജോബ് സ്പെസിഫിക്കേഷൻ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ മിനിമം അക്സെപ്റ്റബിൾ ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ എ പേഴ്സൺ ടു ബി പ്ലേസ്ഡ് ഓൺ എ ജോബ്. അതായത് എന്നെ ഇപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കോളേജിൽ ഞാനൊരു പ്രൊഫസറിനെ അപ്പോയിൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ആദ്യം റിക്രൂട്ട്മെൻറ്റ് വെച്ചു, പിന്നെ സെലക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ അതാണ് പറയുന്നത് മിനിമം റിക്വയർഡ്, അതായത് ഇത്രയെങ്കിലും മിനിമം ഇത് വേണം, എന്തൊരു പ്രൊഫസറായിട്ട് മിനിമം ഒരു PG എങ്കിലും വേണം, അല്ലെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ സെറ്റ് എഴുതി കിട്ടണം. മിനിമം ആണ് പറയുന്നത്. അതാണ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ മിനിമം അക്സെപ്റ്റബിൾ ഹ്യൂമൻ ക്വാളിറ്റീസ് ഫോർ എ പേഴ്സൺ ടു ബി പ്ലേസ്ഡ് ഓൺ എ ജോബ്. അതായത് ഒരു ജോബിക്ക് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ, അതിനെയാണ് എന്ത് പറയുന്നത് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, അതാണ് അത് പറയുന്നത്. പിന്നെ റിപ്പോർട്ട് പ്രിപ്പറേഷൻ. പ്രിപ്പയർ എ റിപ്പോർട്ട് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ബിഫോർ സൂപ്പർവൈസേഴ്സ് ഫോർ ഗെറ്റിംഗ് സജഷൻസ്. അതായത് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അത് പ്രസൻറ്റ് ചെയ്യണം ആരുടെ മുന്നിൽ, സൂപ്പർവൈസേഴ്സിൻ്റെ മുന്നിൽ. എന്തിനു വേണ്ടിയിട്ട്? സജഷൻസിന് വേണ്ടി. അതായത് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യണം സൂപ്പർവൈസർ ഫോർ ഗെറ്റിംഗ് സജഷൻസിന് വേണ്ടിയിട്ട്. അതാണ് അത് പറയുന്നത്. പിന്നെ അപ്രൂവൽ ഓഫ് ദി റിപ്പോർട്ട് ആഫ്റ്റർ ഗെറ്റിംഗ് സജഷൻസ് ഫ്രം സൂപ്പർവൈസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സജഷൻസ് കിട്ടിയതിന് ശേഷം ഒറിജിനൽ റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ് ആൻഡ് പ്രസൻറ്റഡ് ടു പേഴ്സണൽ മാനേജർ ഫോർ അപ്രൂവലിന് വേണ്ടിയിട്ട് ഒറിജിനൽ റിപ്പോർട്ട് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. അതാണ് ആദ്യം സുപ്പീരിയർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. അതിന് ശേഷം അവരുടെ കയ്യിൽ നിന്ന് സജഷൻസൊക്കെ കിട്ടിയതിന് ശേഷം ഒരു മെയിൻ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് പേഴ്സണൽ മാനേജർക്ക് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് അപ്രൂവൽ വാങ്ങിക്കണം. അതാണ് ഇതിൻ്റെ എന്ത് പറയുന്നത് 5 പോയിൻറ്റ്സ് ആണ് അതിൽ പറയുന്നത്. പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് അനാലിസിസ്, അല്ലെങ്കിൽ യൂസസ്. ജോബ് അനാലിസിസ് അതുകൊണ്ടുള്ള യൂസസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് കംപ്ലീറ്റ് നോളജ് അബൌട്ട് ജോബിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് നോളജ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ജോബിനെ കുറിച്ചിട്ടുള്ള പഠനം, സിസ്റ്റമാറ്റിക് ആൻഡ് ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ജോബ്. സോ നമുക്ക് എന്ത് കിട്ടും? ആ ജോബിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് നോളജ് നമുക്ക് കിട്ടും. ടു ഗീവ് കംപ്ലീറ്റ് നോളജ് അബൌട്ട് ദി ജോബ്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് ഈസ് എ യൂസ്ഫുൾ ടൂൾ ഫോർ ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷനുള്ളൊരു യൂസ്ഫുൾ ടൂളാണ് എന്ത് പറയുന്നത്? ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഞാൻ സിമ്പിൾ പോയിൻറ്റ്സ് ആണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് മറ്റത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, ഞാൻ എന്തായാലും അത് പറയുന്നില്ല.
പിന്നെ യൂസ്ഫുൾ ടു ഡെവലപ്പ് അപ്രോപ്രിയേറ്റ് ജോബ് ഡിസൈൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അപ്രോപ്രിയേറ്റ് ജോബ് ഡിസൈന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് യൂസ്ഫുൾ ഫോർ ജോബ് കമ്പാരിസന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മിനിമൈസ് റിസ്ക് കുറയ്ക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഒരു പ്രൊഫസറെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ പ്രൊഫസർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല എന്തൊക്കെയാണ് ഇവിടുത്തെ ജോലി എന്നുള്ളത്. ഓഫ് കോഴ്സ് ജോബ് അനാലിസിസ് അവിടെ നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം അറിയുന്നില്ല ഞാൻ കോളേജിൽ വന്നാൽ ഞാനിവിടെ പിള്ളേരെ പഠിപ്പിക്കുക മാത്രമാണോ ചെയ്യേണ്ടത്, അതോ എക്സ്ട്രാ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എനിക്കുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം അറിയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജോബ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. അതാണ് മിനിമൈസ് റിസ്ക് എന്ന് പറയുന്നത്. പിന്നെ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ദി ജോബിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് പിക്ചർ. ഓക്കെ, ഈ ജോബ് അനാലിസിസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടേമാണ് കേട്ടോ. ഇനി വരുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ അതൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ പോയിൻറ്റ്സ് ഒക്കെ സുഖമുള്ള സിമ്പിൾ പോയിൻറ്റ്സ് ഒക്കെ തന്നെ. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഡിഫൈനിങ് ദ പർപ്പസ് ആൻഡ് സ്കോപ്പ് ഓഫ് ഈ ജോബ്. ഇറ്റ് ഈസ് റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി റിസൾട്ട് ഓഫ് ദി ജോബ് അനാലിസിസ്. അതായത് ഇതൊരു എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് എന്തിൻ്റെ റിസൾട്ടാണ്, ജോബ് അനാലിസിസിൻ്റെ റിസൾട്ടാണ് എന്ത് പറയുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൽ എന്താ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, പർപ്പസ് ആൻഡ് സ്കോപ്പ് ഓഫ് ജോബ്. ഒരു ജോബിൻ്റെ സ്കോപ്പും പർപ്പസുമാണ് ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതൊരു റിട്ടൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. റിസൾട്ട് ഓഫ് ദി ജോബ് അനാലിസിസിൻ്റെ റിസൾട്ടാണ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ് എ ജോബ് ഇൻ ടേംസ് ഓഫ് ദി ടൈറ്റിൽ, ലൊക്കേഷൻ, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിലേഷൻ വിത്ത് അതർ ജോബ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ടൈറ്റിൽസ്, ലൊക്കേഷൻ, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിലേഷൻ വിത്ത് അതർ ജോബ്. അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ജോലീൻ്റെ പർപ്പസും സ്കോപ്പൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ എംപ്ലോയി ചെയ്യേണ്ട ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ ഏത് ലൊക്കാലിറ്റിയിലാണ് അത് വരുന്നത് എന്നും അതുപോലെ തന്നെ മറ്റ് ജോബുകളുമായിട്ട് അതിന് വല്ല റിലേഷൻസ്, അതായത് മേ ബി പല ജോലികളും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആയിരിക്കും. അതായത് ഇത് നടന്നാൽ മാത്രമേ ഇത് നടക്കൂ, അല്ലെങ്കിൽ ഇത് നടക്കണം എന്നുണ്ടെങ്കിൽ ഇത് നടക്കണം, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായില്ലേ, അതാണ് റിലേഷൻ വിത്ത് അതർ ജോബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ കണ്ടന്റ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷനിലെ കണ്ടന്റുകളാണ് ഈ പറയുന്നതൊക്കെ. ജോബ് ലൊക്കേഷൻ, അതായത് ഏത് ലൊക്കാലിറ്റിയിലാണ് ഈ ജോബ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഫാക്ടറി വരുന്നത്, അങ്ങനത്തെ ഇതൊക്കെ. ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ വിച്ച് ജോബ് ഈസ് ടു ബി പെർഫോംഡ്. ഓക്കെ, നെയിം ഓഫ് ദി ജോബ്, സമ്മറി ഓഫ് ദി ജോബ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൺസേൺഡ് വിത്ത് ജോബ്, ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ റിക്വയർഡ്, റിലേഷൻ വിത്ത് അതർ ജോബ്, സ്പെഷ്യൽ സ്പെസിഫിക്കേഷൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോയിൻറ്റ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഈ നെക്സ്റ്റ് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇതും 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഐ തിങ്ക് ഞാൻ ഏതൊക്കെയോ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്നതാണ് ഇറ്റ് ഷുഡ് ഹാവ് എ പ്രോപ്പർ ടൈറ്റിൽ. ഇതിന് എന്തുണ്ടായിരിക്കും, ഒരു പ്രോപ്പർ ടൈറ്റിൽ ഉണ്ടായിരിക്കും. ഇറ്റ് മസ്റ്റ് ബി അപ് ടു ഡേറ്റ് ആയിരിക്കും. അതായത് പഴയ കാലാഹരണപ്പെട്ടു പോയതൊന്നും ആയിരിക്കില്ല, അപ് ടു ഡേറ്റ് ആയിരിക്കും, അപ്ഡേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കും. പിന്നെ ഇറ്റ് ഷുഡ് ബി ഡിസ്ക്രിപ്റ്റീവ്, അതായത് ജോബിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ഒരു സമ്മറി ഉണ്ടായിരിക്കും, ഒരു വിവരണം ഉണ്ടായിരിക്കും. ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ, അതായത് എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മനസ്സിലാക്കുന്ന തരത്തിലായിരിക്കും അത്. പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മസ്റ്റ് ബി മെൻഷൻഡ്, അതായത് ഇപ്പോൾ ഒരു പ്രൊഫസറെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും മസ്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ജോബ് സ്പെസിഫിക്കേഷൻ ഈസ് ടു ബി ഇൻഡിക്കേറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ജോബ് സ്പെസിഫിക്കേഷൻ. ഇതിലിപ്പോൾ ജോബ് അനാലിസിസ് എന്താ നമ്മൾ പറഞ്ഞു, അതിൻ്റെ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു, പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പോൾ എന്താ ജോബ് ഡിസ്ക്രിപ്ഷൻ അത് പറഞ്ഞു, അതിൻ്റെ കണ്ടൻറ്റ് പറഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. നമ്മൾ നെക്സ്റ്റ് പറയുന്നതാണ് ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഷോ ദ മിനിമം ആണ് കേട്ടോ, മാക്സിമം അല്ല, സോറി. It is a statement which show the minimum acceptable human qualities necessary to perform a job
സാറ്റിസ്ഫാക്ടറി. അതിപ്പോൾ നമ്മൾ നേരത്തെ ജോബ് സ്പെസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. ഈ ജോബ് സ്പെസിഫിക്കേഷനെ കുറിച്ചിട്ട് നമ്മൾ ജോബ് അനാലിസിസിൻ്റെ പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു എന്താണ്, അതായത് ഒരു ജോലിയിൽ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ വേണ്ട മിനിമം ക്വാളിറ്റീസാണ്. അതായത് ഇപ്പോൾ ഞാനൊരു പ്രൊഫസർ അപ്പോയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന് വേണ്ട മിനിമം ക്വാളിറ്റീസ്, മാക്സിമം അല്ല മിനിമം. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഷോ ദ മിനിമം അക്സെപ്റ്റബിൾ ഹ്യൂമൻ ക്വാളിറ്റീസ് നെസസറി ടു പെർഫോം a job satisfactory. It is a written record of the physical, mental, social and behavioral characteristics that a person should possess in order to perform the job effectively. അതായത് ഒരു റിട്ടേൺ റെക്കോർഡായിരിക്കും ഫിസിക്കൽ, അതുപോലെ തന്നെ മെൻ്റലി, സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് എ പേഴ്സൺ, ആ പേഴ്സണെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ല, ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് that a person should possess in order to perform the job satisfactorily. കാരണം അവർ മെൻ്റലി ഓക്കെ ആണോ എന്ന് അറിയണം, അതുപോലെ തന്നെ ഫിസിക്കലി. ചില ജോലികൾക്കൊക്കെ ഫിസിക്കൽ നമ്മൾ സെറ്റായിരിക്കണം. ഇപ്പോൾ ആർമി, അതുപോലെ തന്നെ പോലീസിനൊക്കെ നമ്മൾ ഫിസിക്കലി ഓക്കെ ആയിരിക്കണമല്ലോ. അതുപോലെ തന്നെ ബിഹേവിയർ, അതായത് നമ്മളിപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊഫസർ അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ ആയിരിക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയണം ചില ജോലികൾക്കൊക്കെ. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലൊക്കെ നല്ല ബിഹേവിയറുള്ള ആളുകൾ, അങ്ങനത്തെ ചില ടൈപ്പ് ഓഫ് ജോബ്സ് ഉണ്ട്. നന്നായിട്ട് ബിഹേവ് ചെയ്യണം നമ്മളെടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ അടുത്ത്. അതാണ് അത് പറയുന്നത്. പിന്നെ കണ്ടൻറ് ഓഫ് ജോബ് സ്പെസിഫിക്കേഷൻ, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഹൈറ്റ്, വെയ്റ്റ്, സൈറ്റ്, ഹെൽത്ത് ഞാൻ നേരത്തെ പറഞ്ഞതന്നെ. പിന്നെ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉള്ള ആളായിരിക്കണം. പിന്നെ മെൻ്റൽ എബിലിറ്റി. പിന്നെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ലീഡർഷിപ്പ് ക്വാളിറ്റി. അതായത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതാണ് ബിഹേവിയറൽ, ആറ്റിറ്റ്യൂഡ്, ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ. ഡിസിഷൻസ് എടുക്കാനുള്ള സ്കില്ല്, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള, അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. പിന്നെ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് എക്യുപ്മെൻറ്റ്, ഓഫീസ് റെക്കോർഡ്സ് എക്സെട്ര. അതായത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കണം. ഓക്കെ. ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എഡ്യൂക്കേഷനേക്കാളും വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. എനിവേ, നമുക്ക് ജോബ് സ്പെസിഫിക്കേഷനെ കുറിച്ചിട്ടും ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറി നോക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നു. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ, അതായത് ഇപ്പോൾ ഞാനൊരു കോളേജ് നടത്തുന്ന, ഞാൻ അവിടുത്തെ പ്രിൻസിപ്പൾ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ മാനേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ അവിടെ ഒരു പ്രൊഫസറെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട മിനിമം ക്വാളിറ്റീസാണ് ഞാൻ അവിടെ നോക്കുന്നത്. അതാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ജോബിനെ കുറിച്ചിട്ടുള്ള, ആ ഒരു ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, അത് ക്യാരക്ടറിസ്റ്റിക്സ്, അതൊക്കെ പറയുന്നതാണ് അത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതാണ് സിമ്പിളായിട്ടുള്ള ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് ദി സമ്മറി ഓഫ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ജോബ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തിനെ കുറിച്ചുള്ള സമ്മറിയാണ്? ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ജോബ്. ജോബിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസിനെ കുറിച്ചുള്ളൊരു സമ്മറിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജോബ് സ്പെസിഫിക്കേഷനോ, ജോബ് സ്പെസിഫിക്കേഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാളിറ്റീസ് റിക്വയർഡ് ബൈ എ പേഴ്സൺ ഹൂ പെർഫോം ദി ജോബ്. അതായത് ഒരു പേഴ്സൺ ഒരു ജോബ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട ക്വാളിറ്റീസ്, അതാണ് എന്ത് പറയുന്നത്, ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് പ്രിപ്പയറിങ് എ കംപ്ലീറ്റ് ജോബ് സ്പെസിഫിക്കേഷൻ ഈസ് ഡിഫിക്കൾട്ട്. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരാളെ സ്കില്ല്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ പ്രിപ്പയറിങ് എ കംപ്ലീറ്റ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൾട്ട് ആയിരിക്കും. ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ദി ജോബ് സ്പെസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ്. പക്ഷേ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് ദി റിസൾട്ട് ഓഫ് ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസിൻ്റെ റിസൾട്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഹെൽപ്സ് ദി കാൻഡിഡേറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിക്വയർമെൻറ്റ് ഓഫ് ജോബ്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്തിന്, കാൻഡിഡേറ്റ് അണ്ടർസ്റ്റാൻഡ് ദ റിക്വയർമെൻറ്റ് ഓഫ് ജോബ്.
ഒരു ജോബിൽ എന്തൊക്കെ വേണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ജോബ് സ്പെസിഫിക്കേഷൻ ഹെൽപ്പ് ദി മാനേജ്മെൻറ്റ് ടു സെലക്ട് ദ കറക്റ്റ് പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ജോബ് സ്പെസിഫിക്കേഷൻ. അതായത് ഞാൻ മാനേജ്മെൻറ്റാണ്, എൻ്റെ കോളേജിൽ ഒരു പ്രൊഫസർ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ മിനിമം ക്വാളിറ്റീസ് ഇയാൾക്ക് ഇന്നത് വേണമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരെ മാത്രം എനിക്ക് എന്തിന് ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ മതി, അല്ലാത്തവരെ എനിക്ക് ഒഴിവാക്കാം. അപ്പോൾ കറക്റ്റ് പേഴ്സണെ ഇൻ്റർവ്യൂവിന് വിളിക്കാനും അതുപോലെ തന്നെ കറക്റ്റ് പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ജോബ് സ്പെസിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ജോബ് ഡിസൈൻ. വീഡിയോ ലെങ്തി ആവുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നമുക്കിതങ്ങ് കംപ്ലീറ്റ് ആക്കാം. എന്നാൽ നമുക്ക് നെക്സ്റ്റ് സബ്ജക്റ്റ് വേഗം തുടങ്ങാം. ചില വീഡിയോസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങ് ഇതാവുന്നുണ്ട്. ഓക്കെ, എനിവേ ജോബ് ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ ജോബ് അനാലിസിസ് ഹെൽപ്പിംഗ് ഡെവലപ്പിംഗ് സ്യൂട്ടബിൾ ഡിസൈൻ ഓഫ് ജോബ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ജോബ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്തിന്? ഡെവലപ്പിംഗ് സ്യൂട്ടബിൾ ഡിസൈൻ, ഒരു ജോബിനൊരു സ്യൂട്ടബിൾ ആയുള്ളൊരു ഡിസൈന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ജോബ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിവേ നമുക്ക് ജോബ് അനാലിസിസിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ ജോബ് ഡിസൈൻ ഈസ് ദി പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഓൺ ദി കണ്ടന്റ് ഓഫ് ദി ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓൺ ദി മെത്തേഡ്സ് ടു ബി യൂസ്ഡ് ഇൻ ക്യാരിങ് ഔട്ട് ദി ജോബ്. അതായത് ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ജോബിലെ കണ്ടൻറ്റ് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. എന്തിൻ്റെ ബേസിൽ? ഡ്യൂട്ടീസിൻ്റെയും റെസ്പോൺസിബിലിറ്റീസിൻ്റെയും ബേസിൽ. ജോബ്സ് ഇൻ ടേംസ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓൺ ദി മെത്തേഡ്സ് ടു ബി യൂസ്ഡ് ഇൻ ക്യാരിങ് ഔട്ട് ദി ജോബ്. അതായത് അതിന് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. കണ്ടൻറ്റ് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അത്രയും മതി. അതാണ് എന്ത് പറയുന്നത് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇൻ ടേംസ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓൺ ദി മെത്തേഡ്സ് ടു ബി യൂസ്ഡ് ഇൻ ക്യാരിങ് ഔട്ട് ദി ജോബ്. ഇൻ ടേംസ് ഓഫ് ടെക്നിക്കൽ സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയർ ഓൺ ദ റിലേഷൻഷിപ്പ് ദാറ്റ് ഷുഡ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ജോബ് ഹോൾഡേഴ്സ് ആൻഡ് ഹിസ് സുപ്പീരിയേഴ്സ്, സബോർഡിനേറ്റ്സ് ആൻഡ് കൊളീഗ്സ്. അതായത് ഈ കണ്ടൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ടെക്നിക്സ്, സിസ്റ്റംസ്, അതുപോലെ തന്നെ ജോബ് പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ദാറ്റ് ഷുഡ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ജോബ് ഹോൾഡേഴ്സും സുപ്പീരിയേഴ്സും തമ്മിൽ, അതുപോലെ തന്നെ സബോർഡിനേറ്റും കൊളീഗ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെയാണ് ഈ കണ്ടൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഞാൻ ചുരുക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞാൽ കണ്ടൻറ്റ് ഡിസൈഡ് ചെയ്യുന്ന പ്രോസസ്സ്, അതാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ബേസിൽ ഓൺ ദി മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ക്യാരിങ്, മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ടേംസ് ഓഫ് ടെക്നിക്സ്, അതുപോലെ തന്നെ സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, പിന്നെ റിലേഷൻഷിപ്പ് ദാറ്റ് ഷുഡ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ജോബ് ഹോൾഡേഴ്സ് ആൻഡ് ഹിസ് സുപ്പീരിയേഴ്സ്, സബോർഡിനേറ്റ്സ് ആൻഡ് കൊളീഗ്സ്. ഓക്കെ, പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ജോബ് ഡിസൈൻ. ജോബ് ഡിസൈനിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതിൽ കുറച്ചധികം ഫാക്ടേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്. ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സിൽ അതായത് കണ്ടൻറ്റ് ഡിസൈഡ് ചെയ്യുന്ന പ്രോസസ്സാണല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്. ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ടാസ്ക് ഫീച്ചേഴ്സ്. എ നമ്പർ ഓഫ് ടാസ്ക് ആർ കമ്പൈൻഡ് ടുഗദർ ടു പെർഫോം എ ജോബ് ഓർ ഗ്രൂപ്പ് ഓഫ് ജോബ്. An ideal job design should integrate 3 elements in the first task. These elements are following. അതായത് ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ടാസ്കുകൾ കൂടിച്ചേർന്നതാണ് എന്ത് പറയുന്നത്, ഒരു ജോബ് അല്ലെങ്കിൽ ഒരു കൂട്ടം ജോലികൾ എന്ന് പറയുന്നത്. അപ്പോൾ an ideal job design should integrate 3 elements. ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു ജോബ് ഡിസൈന് 3 എലമെൻറ്റ്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ 3 എലമെൻറ്റ്സ് ആണ് പറയുന്നത് പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് കൺട്രോളിങ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അതിങ്ങനെ എടുത്തു പോകുന്നത് കേട്ടോ. മലയാളം പറയുന്നുണ്ട്, ഇംഗ്ലീഷും പറയുന്നുണ്ട്, മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഫ്ലോ ഓഫ് വർക്ക്. ഫ്ലോ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ
ഇറ്റ് ഡിസൈഡ് ദി സീക്വൻസ് ഓഫ് ജോബ് ആൻഡ് ദി ബാലൻസ് ബിറ്റ്വീൻ ദി ജോബ്സ്. അതായത് ഒരു ജോലിയുടെ നേച്ചർ ഡിറ്റർമൈൻ ചെയ്യാന്നൊക്കെ പറയില്ലേ, അതാണ് ഫ്ലോ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. സീക്വൻസ് ഓഫ് ജോബ് ആൻഡ് ദി ബാലൻസ് ബിറ്റ്വീൻ ദി ജോബ്. ഓക്കെ, ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ? 1 മണി. സമയമില്ല, രാത്രി. എനിവേ, എർഗണോമിക്സ് എന്ന് പറയുമ്പോൾ എർഗണോമിക്സ് ഷേപ്പിംഗ് ജോബ് ടു ഫിറ്റ് ദി ഫിസിക്കൽ എബിലിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ സോ ദാറ്റ് ദേ ക്യാൻ പെർഫോം ദർ ജോബ് എഫക്റ്റീവ്ലി. അതായത് ഇൻഡിവിജ്വലിൻ്റെ ഫിസിക്കൽ എബിലിറ്റീസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെയാണ് അതിൽ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? അതായത് സോ ദാറ്റ് കെ പെർഫോം ദർ ജോബ് എഫക്റ്റീവ്ലി. അതായത് ഇപ്പോൾ അവരുടെ ജോബ് എഫക്റ്റീവായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസിൻ്റെ ഫിസിക്കൽ എബിലിറ്റിയും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പോലീസ് അതുപോലെ തന്നെ ആർമിയിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫിസിക്കൽ എബിലിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കണം. അതായത് ഹൈറ്റ്, വെയിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിനെയാണ് എന്ന് പറയുന്നത് ഫിസിക്കൽ എബിലിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ സോ ദാറ്റ് ദേ ക്യാൻ പെർഫോം ദർ ജോബ് എഫക്റ്റീവ്ലി. അതാണ് എർഗണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഫസ്റ്റ് ടാസ്ക് ഫീച്ചേഴ്സ് പറഞ്ഞു. നെക്സ്റ്റ് ഫ്ലോ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഡിറ്റർമൈൻഡ് ബൈ ദി നേച്ചർ ഓഫ് പ്രൊഡക്റ്റ്, അത് എഴുതിയാൽ മതി. പിന്നെ എർഗണോമിക്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ എബിലിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ സോ ദാറ്റ് ദേ ക്യാൻ പെർഫോം ദർ ജോബ് എഫക്റ്റീവ്ലി. അതായത് ഒരു ജോബ് എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വലിന് വേണ്ട ഫിസിക്കൽ എബിലിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതാണ് എർഗണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വർക്ക് പ്രാക്ടീസ് ആ സെറ്റ് ഓഫ് വേസ് ഓഫ് പെർഫോമിങ് എ ടാസ്ക് ഇറ്റ് ഷുഡ് കൺസിഡർ വൈൽ ഡിസൈനിങ് ദി ജോബ്. അതായത് വർക്ക് പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ടായിരിക്കും. അതാണ് വർക്ക് പ്രാക്ടീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഒരു വേ നമ്മൾ ചൂസ് ചെയ്യണം. അതാണ് എന്ത് പറയുന്നത് വർക്ക് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ മെയിനായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന പോയിൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയാൽ തന്നെ നമുക്ക് ആ ഒരു സെൻറ്റൻസ് അങ്ങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് ആയിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് വരുന്നതാണ് അവൈലബിലിറ്റി ആൻഡ് എബിലിറ്റി ഓഫ് വർക്കേഴ്സ്. അവൈലബിലിറ്റി ആൻഡ് എബിലിറ്റി ഓഫ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ വർക്കേഴ്സ് തന്നെ മെയിനായിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ഓർഗനൈസേഷൻ. അല്ലെങ്കിൽ ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണം, അതാണ് മെയിനായിട്ട്. അതുപോലെ തന്നെ എബിലിറ്റിയും വേണം, അവർക്ക് ആ ജോലി ചെയ്യാനുള്ള എബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. അവൈലബിലിറ്റി ആൻഡ് എബിലിറ്റി ഓഫ് വർക്കേഴ്സ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ബി കൺസിഡർഡ് വൈൽ ഡിസൈഡിങ് ദ ഡിസൈൻ ഓഫ് എ ജോബ്. അതായത് ഒരു ജോബിൻ്റെ ഡിസൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നൊരു ഫാക്ടറാണ് എന്ത് പറയുന്നത് അവൈലബിലിറ്റി ആൻഡ് എബിലിറ്റി ഓഫ് ജോബ്. അതായത് ഈ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര ആളുകൾ വേണം, ഇത്ര ആളുകൾക്ക് ഇത്ര കഴിവുകൾ വേണം, അല്ലെങ്കിൽ ഈ കഴിവുകളുള്ളവരായിരിക്കണം ഈ ജോലി ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു ഇതാണ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി ആൻഡ് എബിലിറ്റി ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ കൾച്ചർ ആൻഡ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻ. എന്ന് പറയുമ്പോൾ job is designed in such a way that it will meet expectations of workers. Social and cultural expectations like hours, work, holidays, vacations, religious belief, management styles, etc. should also be considered. അതായത് കൾച്ചർ ആൻഡ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ അതായത് ഒരു ജോബിൽ ഞാനിപ്പോൾ ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു ജോലിയിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അവിടുന്ന് കിട്ടുന്ന സാലറി, അതുപോലെ തന്നെ എത്ര വർക്കിംഗ് ഹവേഴ്സാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എൻ്റെ ഇൻ്റർവെൽ ടൈം, ലഞ്ച് ബ്രേക്ക്, അതുപോലെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെ എക്സ്പെക്റ്റ് ചെയ്യും. അതാണ് എത്ര ഹോളിഡേയ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓണം, വിഷു, ക്രിസ്മസ്, പെരുന്നാൾ, ഇതിനൊക്കെ എത്ര ദിവസം വരെ ലീവ് കിട്ടും, ബോണസ് ഉണ്ടായിരിക്കും, ഇതുണ്ടായിരിക്കും, അങ്ങനെ സകല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും എക്സ്പെക്റ്റ് ചെയ്യും.
അപ്പോൾ അതൊക്കെ മാനിച്ചുകൊണ്ട് വേണം നമ്മൾ എന്തെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ജോബ് ഡിസൈന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് കൾച്ചർ ആൻഡ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ ബിഹേവിയറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ, ഫോർ ദാറ്റ് പർപ്പസ് മോട്ടിവേഷൻ, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പെർഫോമൻസ് ഷുഡ് ബി ഇൻറ്റിഗ്രേറ്റഡ് ഇൻ ജോബ് ഡിസൈൻ. അതായത് ഒരു ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് എന്തൊക്കെ പർപ്പസ്, മോട്ടിവേഷൻ, സാറ്റിസ്ഫാക്ഷൻ, പെർഫോമൻസ് ഷുഡ് ബി ഇൻറ്റിഗ്രേറ്റഡ്. ഇത് എല്ലതും കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. പർപ്പസും മോട്ടിവേഷനും സാറ്റിസ്ഫാക്ഷനും പെർഫോമൻസ് ഷുഡ് ബി ഇൻറ്റിഗ്രേറ്റഡ് ഇൻ ജോബ് ഡിസൈൻ. എല്ലതും ഇൻറ്റിഗ്രേറ്റ് ആവണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ കുറച്ചധികം സമയമായി, വീഡിയോ കുറച്ച് ലെങ്തിയാണ്. എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വൺസ് അഗെയിൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് ഇടുന്നതാണ്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് മോട്ടിവേഷൻ, എനിക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തോന്നുന്നത്. അപ്പോൾ എനിവേ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.